ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡെലിവറിക്കായി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മുടെ ബാഗിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. നമുക്കറിയാം, പല ഫസ്റ്റ് ടൈം മോംസിനും ഇത് വലിയ കൺഫ്യൂഷനാണ്, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ബാഗിൽ കീപ്പ് ചെയ്യണം എന്നതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. ആദ്യം പറയുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 2-3 ലൂസായിട്ടുള്ള കോട്ടൺ നൈറ്റീസ് നമുക്ക് കീപ്പ് ചെയ്യാം. പിന്നെ നഴ്സിംഗ് ബ്ര ഫീഡിങ്ങിന് നമുക്ക് എളുപ്പമായിരിക്കും നഴ്സിംഗ് ബ്ര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് വേണം, ബ്രഷ്, പേസ്റ്റ്, ഷാമ്പു, സോപ്പ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മെറ്റേണിറ്റി പാഡ്. ഇതൊരിക്കലും മറക്കരുത്, മെറ്റേണിറ്റി പാഡ്. ദെൻ സ്ലിപ്പേഴ്സും സോക്സും, ആവശ്യമുള്ളൊരു സ്ലിപ്പേഴ്സും സോക്സും കൂടി കരുതാം. പിന്നെ അതുപോലെ ബേബിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കാം. ഇനി 4-5 ന്യൂ ബോൺ കോട്ടൺ ഡ്രസ്സുകൾ കുഞ്ഞിന് വേണ്ടിയിട്ട്. നമുക്കറിയാം എപ്പോഴാണത് ചീത്തയാവുന്നതെന്ന് അറിയില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4-5 കോട്ടൺ ഡ്രസ്സ് നമുക്ക് കരുതാവുന്നതാണ്. പിന്നെ ഡയപ്പേഴ്സ്, നാപ്പീസ്, ബേബി ബ്ലാങ്കറ്റ്. കുട്ടികൾക്ക് എപ്പോഴും തണുപ്പായിരിക്കും, അതുകൊണ്ട് തന്നെ ബ്ലാങ്കറ്റ് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാഗിൽ കരുതണം. പിന്നെ കുട്ടികൾക്ക് വേണ്ട ക്യാപ്പ്, സോക്സ്, പിന്നെ ബേബി ടവല്, വാഷ് ക്ലോത്ത്സ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാഗിൽ കരുതണം. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഡോക്യുമെൻറ്റ്സ് ആണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ പോകുമ്പം. ഒന്നാമതായി പറയുന്നത് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ആണ്. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുള്ള, നമ്മൾ ഓരോ മന്തിലും നമ്മൾ കാണിച്ച റെക്കോർഡ്സ്, അത് കംപ്ലീറ്റ് റെക്കോർഡ്സ് നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ ഐ ഡി പ്രൂഫ് മസ്റ്റാണ്. നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ഡി പ്രൂഫ് കയ്യിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇൻഷുറൻസ് പേപ്പേഴ്സ്, പിന്നെ ഡോക്ടേഴ്സിൻ്റെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ, പ്രീവിയസ്ലി നമ്മൾ കാണിച്ച ഡോക്ടേഴ്സിൻ്റെ കോൺടാക്റ്റ് ഇൻഫർമേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ മസ്റ്റായിട്ടും കയ്യിൽ കരുതേണ്ടതാണ്. ഇൻ കേസ് പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടേഴ്സിൻ്റെ നമ്പറൊക്കെ ഇവർക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റൽ മാറുന്ന കേസിലൊക്കെയാണ് ഈ ഡോക്ടേഴ്സിൻ്റെ നമ്പറൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഫോൺ ചാർജർ, പവർ ബാങ്ക്, പിന്നെ ക്യാഷ് നമ്മൾ എന്തായാലും കയ്യിൽ വെക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെൻറ്റ്സ് പിന്നെ അതിൻ്റെ കൂടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമ്മൾക്ക് പേഴ്സണലായിട്ട് ഒരു പേഴ്സണൽ കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ സാധനങ്ങൾ, അതായത് ചെറിയ വാട്ടർ ബോട്ടിൽ, അമ്മയ്ക്ക് കുടിക്കാൻ സഹായിക്കുന്ന ചെറിയ ടൈപ്പിലുള്ള വാട്ടർ ബോട്ടിൽ, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ്, നട്ട്സ്, ബിസ്ക്കറ്റ്സ്, അതൊക്കെ. പിന്നെ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, പില്ലോ, അതുപോലെ ഷോള്, ഇതെല്ലാം കൊണ്ടുപോകുന്നത് വളരെ നന്നായിരിക്കും. ഇതൊക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാം. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിരിക്കും. അതുപോലെ നമുക്കും കുഞ്ഞിനും ഒരു സേഫ്റ്റി, കംഫേർട്ട് ഉറപ്പാക്കാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്